എന്തിനാ കരയണേ? കരയണ്ടപ്പാ. അമ്മമ്മ കരയണു. അമ്മമ്മ കരയുന്നത് വേറെ ഒന്നുമല്ല, കുഞ്ഞിച്ചക്കനെ കൊണ്ട് ഇന്ന് വാക്സിനേഷന് പോവുകയാണ്. അവനെ കുത്തിവെക്കുമ്പോൾ അവൻ കരയുന്നതും വേദനിക്കുന്നതൊന്നും അമ്മമ്മയ്ക്ക് ഇഷ്ടമല്ല. അമ്മമ്മയ്ക്ക് അത് സഹിക്കാനും പറ്റില്ല. 2 ദിവസം മുന്നേ തുടങ്ങിയതാണ് ഞങ്ങളുടെ ഈ ടെൻഷൻ. കാരണം അവന് പെട്ടെന്ന് സങ്കടം വരും. ഞാൻ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയം കുറേയധികം മാനസികമായ വിഷമതകളിലൂടെ കടന്നു പോയത് കൊണ്ടാണോ എന്നറിയില്ല. അവൻ വളരെ സെൻസിറ്റീവാണ്. അതുകൊണ്ട് തന്നെ അവൻ വിഷമിക്കുന്നത് കാണുമ്പോൾ എനിക്കും സഹിക്കാൻ പറ്റില്ല. സത്യം പറഞ്ഞാൽ ഒരമ്മയായതിനു ശേഷം സ്വന്തം കുഞ്ഞിന് വേദനിക്കുമ്പോൾ നമുക്കും വേദനിക്കും എന്നുള്ളൊരു ഫീലിംഗ് മനസ്സിലായത്. മുൻപുള്ള 2 കുത്തിവയ്പ്പിനും ഞാനും അവൻ്റെ ഒപ്പം കരഞ്ഞു പോയിരുന്നു. കാരണം 3-ാം മാസത്തെ കുത്തിവയ്പ്പിന് ശേഷം വീട്ടിൽ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ടാണ് അവൻ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ഞാനല്ലേ കൊണ്ടുപോയി കുത്തിവെച്ചത് അവനെ. നമുക്ക് എന്ത് സംഭവിച്ചാലും, നമ്മളെ ബാധിക്കുന്ന എന്ത് വന്നാലും ഒരുപക്ഷെ നമ്മൾ സ്ട്രോങ് ആയി നിൽക്കുമായിരിക്കും. പക്ഷേ ഇവര് വേദനിക്കും നമുക്ക് സഹിക്കാൻ പറ്റില്ലെന്നേ. എന്നാൽ ഇതിനു മുൻപ് അവനോട് ഇത്രയധികം അറ്റാച്ച്മെന്റ് ഒന്നും ഉള്ളൊരു അമ്മയായിരുന്നില്ല ഞാൻ. അതെ, ഈ അമ്മ സ്നേഹം പ്രസവിച്ച ഉടനെ തന്നെ ഒന്നും പൊട്ടിമുളച്ചതല്ല. ഇപ്പോൾ പൊതുവെ പരക്കെ അറിയപ്പെടുന്ന ഒരു കാര്യമാണ് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ, അല്ലേ? ഞാനും അത് അനുഭവിച്ചിരുന്നു. ആ ഒരു സ്റ്റേജിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് തിരിച്ചറിയാൻ പോലും പറ്റാത്തൊരു സിറ്റുവേഷനും ഉണ്ടായിരുന്നു എനിക്ക്. ഡെലിവറി കഴിഞ്ഞ് ആദ്യ മാസങ്ങളിൽ സ്ട്രെസ്സും ആങ്സൈറ്റിയും ഉറക്കമില്ലായ്മയും ഡെലിവറിക്ക് ശേഷമുള്ള ഹോർമോണൽ ഇംബാലൻസസും ഒക്കെയാണ് ഇതിന് പിന്നിലെന്ന് ഞാൻ വല്ലതും അറിഞ്ഞോ? കൂടെ നിൽക്കേണ്ടവർ തന്നെ നമ്മുടെ ശത്രുക്കളായി മാറിക്കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട കഥ. എന്തോ ഒരു ദൈവത്തിന്റെ കൃപ കൊണ്ട് അല്ലാതെ അങ്ങ് മൂർച്ഛിക്കുന്നതിന് മുൻപ് എനിക്ക് എൻ്റെ വീട്ടിലേക്ക് വരാൻ പറ്റി. ഇല്ലെങ്കിൽ ഇന്ന് കാണുന്ന സിറ്റുവേഷൻ ഒന്നും ആവില്ലായിരുന്നു. പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എത്രമാത്രം ഡേഞ്ചർ ആണെന്ന് പിന്നീടാണ് ഞാൻ അറിയുന്നത്. അങ്ങനെ കുത്തിവയ്പ്പ് കഴിഞ്ഞിറങ്ങുമ്പോൾ ഞങ്ങൾ 2 പേരും ഒരുമിച്ച് കരയുകയായിരുന്നു. അപ്പോൾ പറഞ്ഞു വന്നത്, ഈ കാര്യങ്ങൾ കൊണ്ടൊക്കെ നമുക്ക് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഉണ്ടാകും. എൻ്റെ വീട്ടിലെത്തിയപ്പോൾ ഒരു 80% ഞാൻ ഓക്കെ ആയി. പക്ഷേ പിന്നെ എൻ്റെ അരാജകത്വം മുഴുവൻ സഹിച്ചത് എൻ്റെ അച്ഛനും അമ്മയായിരുന്നു എന്ന് വേണം പറയാൻ. പ്രധാനമായിട്ടും എൻ്റെ അമ്മയാണ് പാവം. അതിനോട് ഞാൻ ദേഷ്യപ്പെട്ടതിനും വിഷമിപ്പിച്ചതിനും കണക്കില്ല. സമനില വീണ്ടെടുത്ത് കഴിയുമ്പോൾ ഞാൻ പോയി കാല് പിടിച്ച് മാപ്പ് പറയും. പിന്നെയും വീണ്ടും പഴയതുപോലെ തന്നെ തുടങ്ങും. ഒടുവിൽ എനിക്ക് മനസ്സിലായി, എന്നെ പിടിച്ചാൽ കിട്ടാത്ത രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒടുവിൽ എന്തെങ്കിലും ചെയ്തേ പറ്റൂ, ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തേ പറ്റൂ എന്ന് ചിന്തിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈ കൈക്കുഞ്ഞും വെച്ചിട്ട് പോവാനും വരുവാനുള്ള ബുദ്ധിമുട്ടൊക്കെ ആലോചിച്ചപ്പോൾ വേറൊരു മാർഗം എൻ്റെ മനസ്സിൽ വന്നത്. അതാണ് പ്രാക്ടീസിങ് അഫർമേഷൻസ് എന്നുള്ളത്. ഞാൻ എന്നെ കൊണ്ട് പറ്റുന്നത് പോലെ സെൽഫ് ലവ് അഫർമേഷൻസ്, അതുപോലെ തന്നെ കോപം നിയന്ത്രിക്കാനുള്ള അഫർമേഷൻസ്, പോസിറ്റീവ് തിങ്കിങ് അഫർമേഷൻസ് ഒക്കെ യൂസ് ചെയ്തതുകൊണ്ടാണ് ഏറെക്കുറെയൊക്കെ ഞാൻ ഓക്കെ ആയത്. പറഞ്ഞ് സമയം കഴിഞ്ഞല്ലോ. അപ്പോൾ ഇത്തരത്തിൽ ബുദ്ധിമുട്ടുന്ന ന്യൂബോൺ ബേബീസിന്റെ അമ്മമാരോടാണ് എനിക്ക് പറയാനുള്ളത്. സെൽഫ് കെയർ ചെയ്യുക, അവനവനും കുറച്ച് പ്രയോറിറ്റി കൊടുക്കുക. അപ്പോൾ ഓക്കെ, ബൈ.